കൊച്ചി നഗരസഭയുടെ പൊതുഗതാഗത സംവിധാനത്തിന് ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് മൂന്നാമത് റോറോ വെസലിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഈ റോറോ സംവിധാനം ഏർപ്പെടുത്തിയ ഒരു സ്ഥലമാണ് കൊച്ചി. ഞാൻ തന്നെ പല പ്രാവശ്യം ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ റോറോ സർവീസ് പല പ്രാവശ്യം, നിരവധി പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് റോറോയിലൂടെ യാത്ര ചെയ്യുക എന്നത്. അപ്പോ ഏറ്റവും ഫലപ്രദമായ സംവിധാനം കൊച്ചിയിലുള്ളവർക്ക് നഗരത്തിലേക്കും നഗരത്തിലുള്ളവർക്ക് കൊച്ചിയിലേക്കും പശ്ചിമ കൊച്ചിയിലേക്കും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആധുനികമായ ഒരു സംവിധാനമാണ്. നമുക്ക് ഇനിയും കൂടുതൽ റോറോകൾ വേണം എന്നാണ് ആഗ്രഹം. കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പു പറയുന്നു, കൊച്ചിയിലേക്ക് പശ്ചിമ കൊച്ചി ഉൾപ്പെടെയുള്ള നമ്മുടെ കൊച്ചിയിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ടൂറിസ്റ്റുകൾ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനാവശ്യമായ നിരവധി പദ്ധതികളാണ് കൊച്ചിയിലേക്ക് വരുന്നത്. കൊച്ചിയിൽ ആദ്യം ചെയ്തത് കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കാനുള്ള 190 MLD-യുടെ വെള്ളം പദ്ധതിക്ക് 590 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരമാണ് ആദ്യം കൊടുത്തത്. ആദ്യം ഈ സർക്കാർ കൊച്ചിക്ക് വേണ്ടി നൽകിയ സമ്മാനമാണ്. രണ്ടാമത് നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലെ ടൂറിസം നമ്മൾ ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ആ ബീച്ച് ഏറ്റവും ഗംഭീരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. മൂന്നാമതായി ഇന്ത്യയിൽ എങ്ങുമില്ലാത്ത നിങ്ങൾ നിന്ന് ആദ്യമായി ഒരു ഓഷ്യനേറിയം കൊച്ചിയിൽ വരാൻ പോവുകയാണ്. ഓഷ്യനേറിയം ഏറ്റവും മനോഹരമായ 40 ഏക്കറിൽ, പുതുവൈപ്പിലെ 40 ഏക്കറിൽ വരികയാണ്. ഈ രാജ്യത്ത് എങ്ങുമില്ലാത്ത ഒരു ഓഷ്യനേറിയം വരികയാണ്. അത് ലോകത്തെ എല്ലായിടത്തുമുള്ള ടൂറിസ്റ്റുകൾ വരികയാണ്. പിന്നെ കൊച്ചിക്ക് സമീപം ഫിലിം സിറ്റി വരികയാണ്. കൊച്ചിക്ക് സമീപം, അത് കൊച്ചിയിലല്ല, കൊച്ചിയുടെ പുറത്താണ്, നല്ല കൊച്ചിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ്. സ്ഥലം ഞാൻ പറയില്ല. വിശാല കൊച്ചിയിൽ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു മാരിടൈം മ്യൂസിയം കൂടി വരികയാണ്. വലിയ ടൂറിസം കേന്ദ്രമായി നമ്മുടെ കൊച്ചി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താനുള്ള വലിയ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുന്നത്. വലിയ മാറ്റം കൊച്ചിയിലുണ്ടാവും. എന്തായാലും ഈ റോറോ സർവീസ് അതിന്റെ എല്ലാം തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മേയറെയും ഭരണസമിതി അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പ്രത്യേക ഒരു അഭിനന്ദനം കൂടിയുണ്ട്. എന്താ അഭിനന്ദനം? സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെ കൂടി അനൗൺസ് ചെയ്ത് കൊച്ചി നഗരസഭ നമ്മളെ ഞെട്ടിച്ചിരിക്കുക. സംഭവം എവിടുന്നാ തുടങ്ങിയെന്ന് ഞാൻ പറയണ്ടല്ലോ. പക്ഷെ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, സ്ത്രീകൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ സർവീസ് ചെയ്യുമ്പോഴും നടത്തുമ്പോഴും ഈ റോറോയിലൊക്കെ ചെയ്യുമ്പോഴും കിട്ടുന്ന ഈ സേവിങ്സ്, ആ പണം നിങ്ങൾ മാറ്റിവെക്കണം. അതിന് ഞാനൊരു KSF-യിൽ ഒരു പിങ്ക് ചിട്ടി തുടങ്ങുന്നുണ്ട്. അതിൽ ചേർന്നതാണ്. സീരിയസ് ആയിട്ട് ഇതിനു വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. ഈ പൈസ മാറ്റിവെക്കണം. സ്ത്രീകൾക്ക് സ്വന്തമായി അവർക്കൊരു സമ്പാദ്യം ഉണ്ടാവണം. ആര് ചോദിച്ചാലും കൊടുക്കരുത്. ഒരാൾ ചോദിച്ചാൽ കൊടുക്കരുത്. ചിലപ്പോൾ മറ്റേ പുള്ളി വന്ന് ലേലം വിളിച്ചെടുക്കാനൊക്കെ പറയും. ഇല്ലേ? എടുക്കാനൊക്കെ പറയും. അതൊന്നും വീഴരുത്. ലേലമൊന്നും വിളിച്ചെടുത്തു കൊടുക്കരുത്. സ്വന്തമായിട്ടൊരു സമ്പാദ്യം സ്ത്രീകൾ കൊണ്ടാണ് അഭിമാനത്തോടു കൂടി. അപ്പോൾ അതൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അതിനാണ് പിങ്ക് ചിട്ടി തുടങ്ങുന്നത്. ഇതിലൂടെ ഉണ്ടാകുന്ന ലാഭമെല്ലാം ആ പിങ്ക് ചിട്ടിയിലേക്ക് മാറ്റും. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ മനോഹരമായ പ്രഭാതത്തിൽ ഇത്രയും നല്ലൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ വെസലിന്റെ സേതു സാഗർ 3 ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.